തെളിയുന്നുണ്ട്. എ പ്രഭാകരൻ 2012 വോട്ടുകൾക്ക് അവിടെ മുന്നിലാണ്. വടകരയിൽ അത്ഭുത ഭൂരിപക്ഷത്തിലേക്ക് KK രമ കടക്കുന്നത്. 379 വോട്ടുകൾക്ക് മുന്നിൽ കഴക്കൂട്ടത്ത് LDF 379 വോട്ടുകൾക്ക് കെ സുരേന്ദ്രൻ ഇപ്പോഴും പ്രതീക്ഷ നൽകുന്നുണ്ട്. കഴക്കൂട്ടത്ത് അവിടെ 379 വോട്ടുകൾക്ക് LDF മുന്നിട്ട് നിൽക്കുന്നു. തൃശൂരിൽ രാജൻ പല്ലൻ ലീഡ് ഉയർത്തുന്നു. കൊടുവള്ളിയിൽ PK ഫിറോസ് 1000-ലേക്ക് കടക്കുന്നു. കൊടുവള്ളിയിൽ PK ഫിറോസ് ലീഗിന്റെ 10-25 അടിക്കും എന്ന ലക്ഷണമാണ്. 1000-ലേക്ക് കടക്കുന്നു. കുന്നംകുളത്ത് AC മൊയ്തീൻ ഒരു ചെറിയ ചുവപ്പിന്റെ ലാഞ്ചനയുണ്ട്. അവിടെ ഒരു 650 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായി പരിഗണിക്കപ്പെട്ട രമേശ് ചെന്നിത്തല ഭൂരിപക്ഷം 5000 കടന്നു. ഹരിപ്പാട്ട് ലീഡ് കുറവാണ്. UDF വലിയ തരംഗത്തിൽ അധികാരത്തിൽ വരികയും വട്ടിയൂർക്കാവിൽ എന്തെങ്കിലും സംഭവിക്കുകയും ചെയ്യുമെന്ന ഒരു ആശങ്ക എനിക്കുണ്ട്. 1181 തിരുവനന്തപുരം സെൻട്രലിൽ CP ജോണിന്റെ ലീഡ്. 1181 കണ്ണൂരിൽ TO മോഹനനാണ് മുന്നിട്ട് നിൽക്കുന്നത്. 1000-ലധികം വോട്ടുകൾക്ക് കണ്ണൂരിൽ TO മോഹനൻ മുന്നിട്ട് നിൽക്കുന്നു. തിരുവനന്തപുരത്ത് CP ജോൺ 1181 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. തൃശൂരിൽ രാജൻ പല്ലൻ 2138 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. ഇരവിപുരത്ത് വിഷ്ണു മോഹനാണ് 877 വോട്ടുകൾ നേടിയിട്ടുള്ളത്. ഷിബു തെക്കുംപുറം കോതമംഗലത്ത് ഷിബു തെക്കുംപുറം 3200 തിരിച്ചു പിടിക്കുകയാണ് UDF. എറണാകുളം ജില്ലയിൽ UDFന്റെ തേരോട്ടമാണ് നടക്കുന്നത്. മലപ്പുറത്തെ എല്ലാ മണ്ഡലങ്ങളിലും UDF ആണ് ലീഡ് ചെയ്യുന്നത്. കോഴിക്കോട് പോലും വലിയ ലീഡാണ് കിട്ടിയിരിക്കുന്നത്. ഇരവിപുരം കടന്ന് കൊല്ലം കടന്ന് കുണ്ടറ കടന്ന് ഇപ്പോൾ കൊട്ടാരക്കരയിലേക്കും ആ കാറ്റ് വീശുകയാണ്. ഇരവിപുരത്തെ ഒരു വലിയ ട്രെൻഡാണ്. നൗഷാദ് തോൽക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു ട്രെൻഡാണ് കൊല്ലം ജില്ലയിൽ കാണുന്നത്. കൊല്ലം ജില്ലയിൽ LDFന് കാലിടറുകയാണ്. LDF മുന്നിട്ട് നിൽക്കുന്ന ഏതെങ്കിലും മണ്ഡലം കൊല്ലത്തുണ്ടോ എന്ന് സംശയമാണ്. രാമചന്ദ്രൻ മാറുന്നോ എന്ന് സംശയിക്കണം. 3308 വോട്ടിന്റെ ലീഡ് UDF സ്ഥാനാർത്ഥി അവിടെ നേടിക്കഴിഞ്ഞിരിക്കുന്നു. കടന്നപ്പള്ളി രാമേന്ദ്രന്റെ ലീഡ്. കടന്നപ്പള്ളി രാമേന്ദ്രൻ പുറകിൽ ഒരുപാട് വോട്ടുകൾക്ക് പുറകിൽ കടന്നപ്പള്ളി രാമേന്ദ്രൻ തോൽവി ഉറപ്പിക്കുന്നു. കടന്നപ്പള്ളി തോൽവി ഉറപ്പിക്കുന്നു. കണ്ണൂരിൽ പയ്യന്നൂരിൽ മധുസൂദനൻ 2008 വോട്ടിന് മുന്നിൽ. കല്യാശ്ശേരിയിൽ ബിജിൻ മുന്നിൽ നിൽക്കുന്നു. കൊട്ടാരക്കരയിൽ KN ബാലഗോപാൽ പിന്നിൽ. കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി മുന്നിൽ. CPM വിട്ട് UDFന്റെ ഭാഗമായി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കൈപ്പത്ത് ചിഹ്നത്തിൽ മത്സരിച്ച ഐഷ പോറ്റി കൊട്ടാരക്കരയിൽ വെന്നിക്കൊടി പാറിക്കുന്നു. പത്തനാപുരത്ത് പിന്നിൽ LDF സ്ഥാനാർത്ഥി KB ഗണേഷ് കുമാർ. കൊട്ടാരക്കരയിൽ പിന്നിൽ, ഇരവിപുരത്ത് പിന്നിൽ, കൊല്ലത്ത് പിന്നിൽ കെ സുരേന്ദ്രൻ ലീഡ് നിലനിർത്തുന്നു. 112 വോട്ടിന് കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് ലീഡ്. എലത്തൂരിൽ വിദ്യാബാലകൃഷ്ണൻ, കോവളത്ത് A വിൻസെന്റ്. എലത്തൂരിൽ 298 വോട്ടുകൾക്ക് വിദ്യാബാലകൃഷ്ണൻ മുന്നിൽ. വിദ്യാബാലകൃഷ്ണൻ ലീഡ് ഉയർത്തുന്നു. 298 വോട്ടുകൾ. 100 അടിക്കും UDF. 100 അടിക്കും. DK മുരളിക്ക് കാലിടറുന്നു. അവിടെ UDF 503 വോട്ടുകൾക്ക് മുന്നിലാണ്. വലിയ മാറ്റങ്ങൾ, വലിയ കാറ്റുകൾ വീശുകയാണ് സംസ്ഥാനത്തോട്. പിണറായി സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്താണ് കേരളത്തിലെ ജനങ്ങൾ നടത്തിയത് എന്ന് വ്യക്തമാവുകയാണ്. മന്ത്രിമാർ പിന്നിൽ, ബാലഗോപാൽ പോലും പിന്നിട്ട് നിൽക്കുന്ന കാഴ്ചയാണ്. കടന്നപ്പള്ളി പിന്നിൽ, റോഷി അഗസ്റ്റിൻ പിന്നിൽ, വാസവൻ പിന്നിൽ, ബിന്ദു പിന്നിൽ, ഗണേഷ് കുമാർ പിന്നിൽ. അങ്ങനെ മന്ത്രിമാരൊക്കെ പിന്നിൽ പോയിരിക്കുന്നു. പിണറായി വിജയൻ മാത്രമാണ് മുന്നിട്ട് നിൽക്കുന്നത്. എത്ര പിന്നോട്ട് പോയാലും ഞങ്ങളുടെ 70 MLA-മാരെങ്കിലും വിജയിച്ചു കയറുമെന്ന വലിയ കോൺഫിഡൻസ് എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് പിന്നാലെ പോലും പ്രകടിപ്പിച്ച ഇടതുപക്ഷം ഇതാ തകർന്നടിയുന്നു. ഉടുമ്പൻചോലയിൽ ട്രെൻഡിന്റെ സൂചന. അതുപോലെ തന്നെ ഇരവിപുരത്ത് പോലും LDFന് കാലിടറുകയാണ്. ആ കാഴ്ചയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളം കൃത്യമായ സന്ദേശം LDFന് നൽകുന്നു. കടക്ക് പുറത്ത് എന്നുള്ളതാണ് അതാണ് ഇപ്പോൾ കാണുന്നത്. തീർച്ചയായും വലിയ തിരിച്ചുവരവാണ് ഇപ്പോൾ UDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ കടന്നു കയറി എറണാകുളം ജില്ലയിൽ അടക്കം ഇത്തവണ തിരിച്ചു പിടിക്കുന്നു. ഏതാണ്ട് എറണാകുളം ജില്ല തൂത്തുവാരുന്നു. തിരുവനന്തപുരത്ത് ഇപ്പോഴും വാമനപുരം മണ്ഡലത്തിൽ പോലും UDF മുന്നിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ കൃത്യമായ ട്രെൻഡാണ്. അരുവിക്കരയിൽ മുന്നിൽ, നെയ്യാറ്റിൻകരയിൽ മാത്രമാണ് UDFന്റെ തട്ടകങ്ങളിൽ കൃത്യമായ മേൽക്കൈ. LDFന്റെ സീറ്റുകളിൽ കൃത്യമായ ഒരു മാർജിനിലേക്ക് പോകുന്നു എന്ന് വേണം ഇപ്പോഴത്തെ ഒരു 25 വർഷമായി കൈയടക്കി വെച്ചിരിക്കുന്ന പത്തനാപുരത്ത് KB ഗണേഷ് കുമാർ തോൽക്കാൻ പോവുകയാണ്. മലപ്പുറത്തെ ഇടതിന്റെ ആശ്വാസ കേന്ദ്രമായ പൊന്നാനിയിൽ KP നൗഷാദ് അലി 76 വോട്ടിന് ലീഡ് ചെയ്യുന്നു. രമേശ് ചെന്നിത്തലയുടെ ഭൂരിപക്ഷം വൈപ്പിനിൽ ടോണി ചമ്മണി, വൈപ്പിനിൽ പോലും LDFന് കാലിടറുകയാണ്. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് മുന്നിൽ. മലപ്പുറത്ത് എല്ലാ മണ്ഡലങ്ങളിലും 16-0 എന്നുള്ളതാണ് UDFന്റെ. അതുപോലെ തിരുവനന്തപുരത്ത് പോലും ശക്തമായ മേൽക്കൈയാണ്. ധർമ്മടത്ത് പിണറായി വിജയൻ പിന്നിലെന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടിയുണ്ട്. പോലും ഇത്തവണ വലിയ ചർച്ചാ വിഷയമാകുന്ന കാര്യമാണ്. ആ ധർമ്മടത്ത് ഈ റൗണ്ടിൽ
ഒരു ഘട്ടത്തിലെങ്കിലും പിണറായി വിജയൻ പിന്നിലേക്ക് പോകുന്നുവെങ്കിൽ അത് വലിയ സന്ദേശമായി മാറും. അയ്യോ 733 വോട്ടുകൾക്ക് അവിടെ ധർമ്മടത്തെ UDF സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നു. 733 വോട്ടുകൾക്ക് കേരളത്തിന്റെ സന്ദേശത്തില UDFന് ധർമ്മടത്ത് ലീഡ് എന്നുള്ളത് കേരളം നൽകുന്ന സന്ദേശമാണ്. പിണറായി വിരുദ്ധ തരംഗം കേരളത്തിൽ ആഞ്ഞടിക്കുകയാണ്. ഇനി പിണറായി വിജയൻ ധർമ്മടത്ത് ജയിച്ചാലും ഈ ലീഡ് അത് കേരളം നൽകുന്ന സന്ദേശമാണ്. പിണറായി വിജയൻ ധർമ്മടത്ത് പിന്നിൽ. ടി.പി. രാമകൃഷ്ണൻ മുന്നിലേക്ക് വരികയാണ്. 1962 വോട്ട്. അത് വലിയ ആശ്വാസമായി മാറിയേക്കാം. ഒരു പക്ഷേ പേരാമ്പ്രയിലെ ടി.പി. രാമകൃഷ്ണന്റെ മുന്നേറ്റം ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാചകം പിണറായി വിജയൻ പിന്നിൽ എന്നുള്ളത് അതാണ് ഈ മണിക്കൂറിലെ ഈ സെക്കൻഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് പിന്നിട്ട് നിൽക്കുന്നു. അതായത് ഇടതുപക്ഷത്തിന്റെ ക്യാപ്റ്റൻ, കേരളത്തിന്റെ ക്യാപ്റ്റന് ഒരു ഘട്ടത്തിലെങ്കിലും വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിലെങ്കിലും പിന്നോട്ട് പോകേണ്ടി വരുന്നു എന്നത് കേരളം നൽകുന്ന സന്ദേശമാണ്. തളിപ്പറമ്പിൽ മത്സരിച്ച അബ്ദുൾ റഷീദ് എന്ന സ്ഥാനാർത്ഥി ഇപ്പോൾ BP അബ്ദുൾ റഷീദ് എന്ന ചുണക്കുട്ടൻ പിണറായി വിജയനെ പിന്നിലാക്കിയിരിക്കുകയാണ്. ആ യുവ തുർക്കിയാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് ധർമ്മടത്ത്. ഇതാണ് കേരളം കാത്തിരിക്കുന്നത്. ധർമ്മടത്ത് പിണറായി വിജയൻ പിന്നിൽ. പിണറായി വിജയന്റെ മുട്ടിടിപ്പിക്കുന്നു. അതെ, കൃത്യമായി ഭൂരിപക്ഷം MP ഗോവിന്ദന്റെ പകുതിയാക്കുക അബ്ദുൾ റഷീദ് അവിടെ വലിയ തോതിൽ ഇപ്പോൾ പിണറായി വിജയന്റെ മുട്ടിടിപ്പിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.